2009 മൂവിയിലേക്ക് വന്നത് ലാൽ ജോസ് സാറിന്റെ പടത്തിലൂടെ നീലത്താമര. അല്ല, MT എന്ന മഹാനായ എഴുത്തുകാരനാണ് ആ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത്. അപ്പോൾ MT സാർ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ MT സാറിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ പോലെയുള്ള ഒരു ആ ഒരു കൈലാഷേട്ടനെ നമ്മൾ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ആ ഒരു സൗന്ദര്യത്തോടു കൂടിയും ആ ഒരു മാനറിസം ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കുന്നത്? MTയുടെ കഥാപാത്രമാകുന്ന ഏതൊരാൾക്കും അതീവ സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ട മുഴുവൻ ആൾക്കാർക്കും MTയുടെ എല്ലാ കഥാപാത്രങ്ങൾക്കും അസാമാന്യമായ സൗന്ദര്യമുണ്ട്. അതോടൊപ്പം ലാൽ ജോസ് സാറിന്റെ മേക്കിംഗ്, വിദ്യാസാഗർ സാറിന്റെ അവിടെ ഞാൻ വേണം നിർബന്ധമില്ല. അവിടെ ആര് പോയി നിന്നാലും ഞാൻ നിന്നിട്ട് വരെ അത്ര നന്നായെങ്കിൽ ക്രഷ് അടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. അന്നേരം ചെറിയ നന്നാ പോലും ആ ഒരു സിനിമ കണ്ടിട്ട്. താങ്ക് യു. 15 വർഷം കഴിഞ്ഞിട്ട് അതല്ല, ആ ഒരു അനുരാഗ വിലോചനം ആ പാട്ട് അപ്പൊ ആ ഒരു പ്രായത്തിൽ നമുക്ക് അത്ര ഒരു എന്താ പറയാ, അത്രയും പ്രണയം അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. ആ ക്രഷ് MT സാറിനോട് തോന്നിയില്ലേ? MT സാറാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. അപ്പോ ശരിക്കും നമ്മള് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ടെക്നിക്കൽ സൈഡിലുള്ള ഇപ്പം എന്താ പറയാ, വിദ്യാസാഗർ പോലുള്ളൊരു മ്യൂസിഷ്യനും വിജയുടെ ക്യാമറയും ഇങ്ങനെ കുറേ ഫാക്ടേഴ്സിലാണ് നമ്മളിങ്ങനെ ബെസ്റ്റ് ആക്കുകയാണ് അവരെ. നമ്മുടെ എല്ലാ കുറവുകളെയും ലൈറ്റ് അപ്പ് ചെയ്ത് ഹൈഡ് ചെയ്തും മേക്കപ്പിൽ മാനേജ് ചെയ്തും നമ്മളുടെ നടത്തത്തിന് ഒരു ഷോട്ട് അപ്പുറത്തുനിന്ന് കട്ട് ചെയ്തും ഇതൊക്കെ കുഴപ്പങ്ങളുണ്ടാവും ഒരുപാട്. പക്ഷെ അവരിങ്ങനെ ബെസ്റ്റിലേക്ക് എത്തിക്കുകയാണ്. അത് എത്തിക്കുക, അവിടേക്ക് നമ്മൾ പോയി നിൽക്കുക എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു ഗുരുത്വം എന്നൊക്കെ പറയുന്ന പോയിന്റ്.